വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ഈസിയായി എങ്ങനെ ചിക്കൻ കുറുമ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 3 സവാള വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്ത്, ഇഞ്ചി ഒരു പീസ്, വെളുത്തുള്ളി ചെറിയ കഷ്ണം, 2 പച്ചമുളക്, 4-5 പീസ് ഏലക്ക, 5 ഗ്രാമ്പു, 2 പീസ് പട്ട. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, വീഡിയോ എടുക്കാൻ വിട്ടുപോയി. 10-15 കാഷ്യൂ ഞാനൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരു പ്രഷർ കുക്കർ വെച്ച് കുറച്ച് ഓയിലൊഴിച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പു ഒന്ന് വഴറ്റാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി സാധനങ്ങളെല്ലാം ഇനി ഒരു 1/4 കപ്പ് കുറച്ച് ഉപ്പ് വെള്ളം കൂടെ അതിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പ്രഷർ കുക്കർ അടച്ചു വെച്ച് ഒരു 4 വിസിൽ കഴിഞ്ഞ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മളെ സവാള എല്ലാം നല്ല പഞ്ഞി പോലെ അലിഞ്ഞ് വരുന്ന രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1-2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് നന്നായിട്ട് നമുക്ക് നല്ലതുപോലെ നന്നായിട്ട് വഴറ്റാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഏതാണ്ട് ഒരു 2-3 മിനിറ്റ് വഴറ്റിയാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ആ ചിക്കനും ഇട്ട് ഏതാണ്ട് ഒരു 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് പ്രഷർ കുക്കർ അടച്ച് വെച്ച് ഏതാണ്ട് ഒരു 2 മിനിറ്റ് 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഇനി നമ്മൾ ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങയും സോക്ക് ചെയ്ത് വെച്ചിരുന്ന ആ കാഷ്യൂ കൂടി ഇട്ട് അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നല്ല ഐസ്ക്രീം പോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാം. നമ്മൾ ഈ അരച്ചെടുത്ത കാഷ്യൂ കോക്കനട്ട് പേസ്റ്റ് ഇതിലോട്ട് ഒഴിക്കാം. അല്പം മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് മല്ലിയില ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല ചെയ്തതിന് ശേഷം സിമ്മിലിടാം. ഇനി നമുക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിനകത്ത് കുറച്ച് കാഷ്യൂ ഇട്ട് ഒരു 2 പച്ചമുളകും ഇട്ട് ഏതാണ്ട് ഒരു 1-1.5 തണ്ട് കറിവേപ്പിലയും ഇട്ട് നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് ഒഴിക്കാം. 1 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് നെയ്പത്തലാണ്. നല്ല കോമ്പിനേഷനാണ് ഈ നെയ്പത്തലും ചിക്കൻ കുറുമയും. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ ചിക്കൻ കുറുമ ബ്രെഡിനോടൊപ്പവും ചപ്പാത്തിക്കൊപ്പവും വെള്ളയപ്പത്തിനോടൊപ്പവും ഒക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ.